പ്രതീഷ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, കാവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ വാടകയ്ക്കെടുത്തിരിക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ്. ഇന്നലെ വൈകുന്നേരം ആ വീട്ടിലേക്ക് മാറുന്നു എന്നുള്ള വിവരം ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത് റിപ്പോർട്ടറാണ്. അതിനകത്തൊരു സാധ്യതയുള്ളത്, നമ്മൾ ആദ്യം സംശയിച്ചത് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാമല്ലോ പ്രതിപക്ഷ നേതാവായാൽ, പക്ഷേ അതിന് കുറച്ച് സമയം താമസിക്കുമെന്നുള്ളതാണ്. വി എസ് അച്യുതാനന്ദനും ഇതേപോലെ വാടക വീട്ടിലേക്ക് മാറിയിരുന്നു പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ്. നമുക്കൊപ്പം പ്രതീഷുണ്ട്. പ്രതീഷ്, മുഖ്യമന്ത്രി ഇനിയിപ്പോൾ ഈ പുതിയ വാടക വീട്ടിലുണ്ട്. ആ വീട് ഇന്നലെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ്. എന്നാലും ഇന്നിപ്പോൾ നല്ല തെളിഞ്ഞ വെളിച്ചത്തിൽ നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. ക്ലിഫ് ഹൗസിലുണ്ടായിരുന്ന കാവൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വാടക വീട്ടിലേക്ക് മാറുന്നു. ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് തല ചർച്ചകൾ തുടങ്ങുകയാണ്. പ്രതിപക്ഷ നേതാവായാൽ ഇവിടെ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാം, പക്ഷേ അതിന് കുറച്ച് ആഴ്ചകൾ എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണെന്ന് തോന്നുന്നു, അല്ലേ? അരുൺകുമാർ, തീർച്ചയായും സംസ്ഥാനത്തെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള രാഷ്ട്രീയ കൗതുകം ബാക്കി നിൽക്കുകയാണ്. ഇന്നലെ പിണറായി വിജയൻ വാടക വീട്ടിലേക്ക് താമസം മാറിയത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങിയ പിണറായി വിജയൻ നേരെ എത്തിയത് എനിക്ക് പുറകിൽ കാണുന്ന ഈ വാടക വീട്ടിലാണ്. ബേക്കറി ജംഗ്ഷന് സമീപമുള്ള ഒരു വാടക വീടാണ്. 2 നില വീടാണ്. അത്യാവശ്യം വലിയ സൗകര്യങ്ങളുള്ള ഒരു വീടാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പിണറായി വിജയൻ ഇവിടെ എത്തിയത്. പാർട്ടി സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇന്നലെ പിണറായി വിജയൻ ഇവിടെ എത്തുമ്പോൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സ്വീകരിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇന്ന് ഈ CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. നേതൃയോഗങ്ങൾ ഉൾപ്പെടെ നടക്കുന്ന ദിവസമാണ്. ഇന്ന് ഈ വീട്ടിൽ നിന്നായിരിക്കും പിണറായി വിജയൻ നേതൃയോഗങ്ങൾ പങ്കെടുക്കാൻ AKG സെന്ററിലേക്ക് പോകുന്നത്. നേരത്തെ ചിന്ത ഫ്ളാറ്റിലേക്ക് താമസം മാറും എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. നിലവിൽ പിണറായി വിജയന് ചിന്തയിൽ മുറി ഒരുക്കിയിട്ടുണ്ട്. അവിടെ ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇവിടേക്ക് മാറി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയനെ പരിഗണിക്കുകയാണ്, തെരഞ്ഞെടുക്കുകയാണ് എങ്കിൽ കന്റോൺമെന്റ് ഹൌസിലേക്ക് താമസം മാറും. എന്തായാലും ഇന്ന് 3 ദിവസങ്ങളിലായി നടക്കുന്ന നേതൃയോഗത്തിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് ആര് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിൽ ഏറ്റവും നിർണായകമാവുക പിണറായി വിജയന്റെ തന്നെ നിലപാടാണ്. അദ്ദേഹം ഇപ്പോഴും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം ആ പദവി ഏറ്റെടുക്കാൻ സന്നദ്ധമായാൽ മറ്റ് പേരുകളിലേക്ക് പോകാനുള്ള സാധ്യതകളൊന്നും തന്നെ ഇല്ല. അങ്ങനെയെങ്കിൽ പാർട്ടി ഏകകണ്ഠേന പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കും. അങ്ങനെയെങ്കിൽ ഈ വാടക വീട്ടിൽ നിന്ന് അദ്ദേഹം നേരെ പോവുക കന്റോൺമെന്റ് ഹൌസിലേക്കായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പ്രേക്ഷകൻ പറയുന്നു വാടക വീടൊക്കെ ജാടയല്ലേ എന്ന് പറയുന്നു. ജാടയല്ല, വാടക വീട് വേണ്ടേ? ചിന്ത ഫ്ളാറ്റിൽ 2 ഫ്ളാറ്റിന്റെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫ്ളാറ്റിൽ അറ്റകുറ്റപ്പണി നടക്കണം, അങ്ങോട്ട് മാറാൻ പറ്റില്ല. പിന്നെ പ്രതിപക്ഷ നേതാവാകുമോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി കഴിയണം അതൊരു ധാരണയാവാൻ. ഒരുപക്ഷേ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായേക്കാം. അങ്ങനെ വന്നാൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് മാറാം. പക്ഷേ കന്റോൺമെന്റ് ഹൗസിൽ ഇപ്പോഴും ആരാ ഉള്ളത്? VD സതീശനാണ്. അപ്പോൾ അതുകൊണ്ട് താമസിക്കണ്ടേ? സ്ഥലം വേണ്ടേ? ഹോട്ടലിൽ എത്ര നാൾ താമസിക്കും? പിന്നെ ഡൽഹിയിൽ പണ്ട് 2 മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ 2 5 സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു 1-2 മാസം താമസം. വലിയ വിവാദമായിരുന്നു. ഒരു ദിവസം 10-24,000 രൂപയൊക്കെ വാടക കൊടുത്ത്. അങ്ങനെ വാടക കൊടുത്ത് താമസിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലല്ലോ ഇവിടെ.